ഹായ്, PSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എങ്ങനെ ഒരു PSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം? ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളുണ്ടല്ലോ, അതാണ് ഈ PSCയുടെ അടിത്തറ എന്നൊക്കെ പറയാം. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് പഠിക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിനടുത്തൊക്കെയുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ടെക്സ്റ്റൊക്കെ കളക്ട് ചെയ്ത് നോട്ട്സൊക്കെ ഉണ്ടാക്കി പഠിക്കാം. അല്ലെങ്കിൽ PSC ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലെ തന്നെ ഷോർട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് പബ്ലിക്കേഷൻ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്, വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആരോടൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരുപാട് ചാനലുണ്ട്, വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ലൊരു ബുക്ക് സെലക്ട് ചെയ്തിട്ട് പഠിക്കാം. അടുത്തത് ഒരു റാങ്ക് ഫയൽ വാങ്ങുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ്. അത്യാവശ്യം നല്ല റാങ്ക് ഫയലിൽ അത്യാവശ്യം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഓരോ എക്സാമിനും ഓരോ സിലബസ് ആവുന്ന സമയത്ത് നമ്മൾ SCERT ഇല്ലെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ഫയൽ നോക്കി അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. അടുത്തത് ഏത് എക്സാമിനാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ വിഷയങ്ങളാണുള്ളത്, അതിൻ്റെ സബ്ബായിട്ട് എന്തൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് ഈ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് എന്നുള്ളത്. ഇംഗ്ലീഷും മലയാളവും ഓരോ ടോപ്പിക്കായിട്ട് സെപ്പറേറ്റ് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോ ടോപ്പിക് എടുത്ത് അതിൻ്റെ ക്ലാസ്സസ് യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്, അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വായിച്ച് അങ്ങനെയും പഠിക്കാം. മാത്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, ട്രിക് ടേൺ എന്ന് പറഞ്ഞിട്ട്. അതിൽ ജെറിൻ സാറിൻ്റെ ക്ലാസ്സസ് ബിഗിനേഴ്സിന് അത്ര പരിചയമുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു ക്ലാസ് അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ആവും. ഇതിൻ്റെ കൂടെ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്തു പോകാൻ ശ്രമിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കറണ്ട് അഫെയർസ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഡെയിലി ന്യൂസ് പേപ്പർ തന്നെ വായിച്ച് തുടങ്ങാം. അതിൻ്റെ കൂടെ തന്നെ ടെലഗ്രാം ചാനലും കൂടെ ഫോളോ ചെയ്യാം. ടെലഗ്രാം ചാനലിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പം സൈലത്തിൻ്റെ ആണെങ്കിലും വൊക്കാസ്പീഡിയ ആണെങ്കിലും ഒക്കെ അവർ ഡെയിലി കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫെയർസിന് മാത്രമായിട്ടുള്ള ടെലഗ്രാം ചാനൽസും ഉണ്ട്. പത്രവാർത്തകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെലഗ്രാം ചാനൽ, അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് ഫോർ PSC. ഇതൊക്കെ കൂടെ ഫോളോ ചെയ്യാം. അത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ ബിഗിനേഴ്സ് എപ്പോഴും ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.